അള്ളാഹു ബർക്കത്തേട്ടെ. എന്താ നിങ്ങളൊക്കെ ആമീൻ പറയണേ? ഒന്ന് പോരെ, ഒന്ന് മതി. ഇനിയിപ്പോ കെട്ടിയത് ഉള്ളത് ഒന്നിൽ തന്നെ അത് നല്ല ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി വരക്കാം. വലിയ വിഷയമാണ് അത്. ബർക്കത്ത് എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഒരു മഹദി ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ ഉമ്മ? സയ്യിദത്തുന ബീവി ജുവൈരിയ. ഉറക്കെ പറയും മനുഷ്യ, ബീവി ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി പറയാറുണ്ടായിരുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ബർക്കത്തുള്ള മഹദിയാണ് ജുവൈരിയ ബീവി. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുള്ള ബീവിയാണ്. ജുവൈരിയ ബീവി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണ്, ബീവിയാണ്. അതോടുകൂടെ ഞങ്ങളെ കൂട്ടത്തില് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ബർക്കത്തുള്ള പെണ്ണുങ്ങൾ ആരാ? ജുവൈരിയ ബീവിയാണ്. എന്താ കാരണം? അതങ്ങനെ ജുവൈരിയ ബീവിയുടെ ബർക്കത്ത് കുടുംബത്തിനൊക്കെ കിട്ടുകയാണ്. അങ്ങനെ നല്ല ഭാര്യമാരുടെ ബർക്കത്തുണ്ടാവും. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ ഭാര്യമാരാണ്. അവരെ ഓത്ത്, അവരെ നിസ്കാരം, അവർ അമിതമായി ഉറങ്ങൂല. അമിതമായി ഉറങ്ങുന്ന പെണ്ണാണോ അവൾക്ക് ബർക്കത്തില്ല, അവളെ ഭർത്താവിനും ബർക്കത്തില്ല, വീട്ടിലും ബർക്കത്തില്ല, കുട്ടികൾക്കും ബർക്കത്തില്ല, പേരമക്കൾക്കും ബർക്കത്തില്ല, ആർക്കും ബർക്കത്തില്ല. അങ്ങനെ പരിസരത്തിന് തന്നെ ബർക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയിട്ട് കൊണ്ടുവരണം. വലിയാരെ ഈ വാള് കുറെ മുമ്പ് തന്നെ കേട്ടിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു ബർക്കത്തുണ്ടാവുമായിരുന്നു തന്നെ. ഇനി ചിന്തിച്ചിട്ട് നോക്കണ്ടൊക്കെ മാറ്റാൻ നോക്ക്, സ്വഭാവം തിരുത്താൻ നോക്ക്, സ്വഭാവം തിരുത്താൻ. ഇപ്പൊ ഇവിടെ അമ്മമാരൊക്കെ ഏകദേശം നല്ല ബർക്കത്തുള്ളവർ. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ?